ഒരു പുതുപുത്തൻ പലഹാരം നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 നേന്ത്രപ്പഴം എടുത്തിട്ട് ആവിയിൽ വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്ത പഴം നമുക്ക് ആറിയതിന് ശേഷം തൊലിയെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുക്കുള്ള ആ ആ കറുത്ത പോർഷൻ നിന്ന് മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് നീക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് നല്ല കടും ചൂടുള്ള വെള്ളം 1/2 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതിയും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിനിടയിൽ ഒരു സോസ് പാനിലേക്ക് 200 ഗ്രാം ശർക്കര എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചേ. ഇനി ഈ മാവിൽ നിന്ന് നമുക്ക് ചെറിയ ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ മൊത്തത്തിൽ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാവ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതൊരു സ്റ്റീൽ അരിപ്പയിൽ കൂടി വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് നേരം നമ്മളിതൊന്ന് സ്പൂണിട്ട് ഇളക്കരുത്. അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോൾസിലൊക്കെ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റിയും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പാലെടുത്തതാണേ. അത് നല്ല കട്ടിപ്പാലാണ്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മണത്തിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് കുറുവി കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കലക്കിയെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി ഇറക്കാൻ നേരത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുതുപുത്തൻ സ്നാക്സാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. കൊച്ചുമക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ.